നമസ്കാരം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് MR അജിത് കുമാർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിൽ പിണറായി വിജയനും മകളും 2 സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ചു. അതിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലേ, ഞങ്ങൾ പാവങ്ങളാണ്, 5 പൈസ ഗതിയില്ലാത്ത ആൾക്കാരാണ്, ഈ CMRL കമ്പനിയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലേ എന്ന് കരഞ്ഞു പിടിച്ചിട്ടാണ് അവിടെ സത്യവാങ്മൂലം കൊടുത്തത്. എന്നാൽ ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിൽ ഓർഡറിൽ കൃത്യമായി പറയുന്നുണ്ട്, കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ സ്വാധീനത്തിൽ കൈക്കൂലിയായിട്ട് തന്നെയാണ്, ആ സ്വാധീനത്തിൻ്റെ പുറത്താണ് ഈ പണം 1,72,00,000 രൂപ കൊടുത്തത് എന്നാണ്. 1,72,00,000 അല്ല, 2.5 കോടി രൂപയുണ്ടെന്നാണ് പിന്നീട് SFIO അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. ആദ്യം 135 കോടി രൂപയാണ് മൊത്തം CMRL കമ്പനി പലർക്കായി കൊടുത്തത്. അതിൽ 100 കോടി രൂപയാണ് പിണറായി വിജയന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ മകൾക്ക് 1.75 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് വിശദമായ SFIO അന്വേഷണത്തിൽ അത് പിണറായി വിജയന് 125 കോടിയും 25 കോടി രൂപ EP ജയരാജനും ബാക്കി എല്ലാവർക്കും കൂടെ 25 കോടി എന്നാണ് പറഞ്ഞത്. അതായത് ബാക്കി എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എക്സാലോജിക് കമ്പനിയിലേക്ക് 1.72 കോടി രൂപയടക്കം, പിന്നീട് അത് തിരുത്തി 2.50 കോടി രൂപയായി മാറി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തതിന് കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു ഏജൻസിയുടെ അന്വേഷണവും ശരിയല്ല. 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള കാര്യങ്ങളിൽ കർണാടകയും കേരളവും തമ്മിലുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർ സ്റ്റേറ്റ് സംബന്ധമായത് മാത്രമല്ല, പിണറായി വിജയൻ്റെ പ്രതിയുടെ കീഴിൽ തന്നെ നടക്കുന്ന അന്വേഷണം ശരിയാവില്ല, അത് കേന്ദ്ര അന്വേഷണ ഏജൻസി വേണമെന്നാണ് MR അജയ്കുമാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയെ ഇന്നേ വരെ ചോദ്യം ചെയ്തിട്ടില്ല. അതിൽ കൃത്യമായി പറയുന്നുണ്ട് പിണറായി വിജയൻ 100 കോടി രൂപയിൽ മേതെ വാങ്ങി എന്നുള്ള കാര്യം. കൂടാതെ മകൾ പണം വാങ്ങിയതും കൃത്യമായി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പണമൊന്നും അല്ല പിണറായി വിജയൻ വാങ്ങിയത്. പിണറായി വിജയൻ സത്യത്തിൽ CMRL കമ്പനിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയാണ്. നിങ്ങൾ കരിമണൽ ആവശ്യത്തിനെടുത്തോ, എനിക്ക് ഇത്ര പണം കിട്ടണം. ഈ കഴിഞ്ഞ 2019 വരെയുള്ള സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി വന്നത് 2019 വരെയുള്ള അക്കൗണ്ട് പ്രകാരം. 2019 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 5000 കോടി രൂപ പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തി കൈപ്പറ്റി എന്നുള്ളതാണ് സത്യം, എന്നുള്ളതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് CMRL കമ്പനിക്ക് കരിമണൽ ആവശ്യമാണ്. ആ കരിമണൽ കിട്ടണമെങ്കിൽ എനിക്ക് കിട്ടാനുള്ള കമ്മീഷൻ ഇവിടെ തന്ന് സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോയിക്കോ, നിങ്ങൾ എനിക്ക് പൈസ അവിടെ എത്തിച്ചെന്നാൽ മതി, ഇവിടെ തരണ്ട, വിദേശത്ത് തന്നാൽ മതി. എൻ്റെ മകനുണ്ട് അവിടെ, എൻ്റെ മകളുടെ അവിടെ ബിസിനസ് ഉണ്ട്, പിന്നെ അമേരിക്കയിൽ ഫാരിസ് അബൂബക്കർ ഉണ്ട്. ഇങ്ങനെ ഈ പണമെല്ലാം വിദേശത്ത് എത്തിച്ചു കൊടുത്തോളണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ മണൽത്തരി പോലും അവിടുന്ന് ആലപ്പാട് കടപ്പുറത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു സംവിധാനം നടത്തുന്ന, അതായത് ഒരു ബിസിനസ് നടത്തുന്ന കരിമണൽ കർത്തയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സത്യത്തിൽ പിണറായി വിജയൻ ഇതെല്ലാം തട്ടിയെടുത്തുള്ളത്. അല്ല എങ്കിൽ അവർക്കറിയാം ഇവിടെ ഒരു ബിസിനസ് നടത്താൻ പോകാൻ പറ്റില്ല. പിണറായി വിജയൻ ഭരിക്കുന്ന സ്ഥലത്ത് ഒരു ബിസിനസ്സും നടത്താൻ കഴിയില്ല. നടത്താൻ കഴിയണമെങ്കിൽ, ഇങ്ങനെയുള്ള ബിസിനസ് നടത്തണമെങ്കിൽ ഈ രൂപത്തിലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് CMRL കമ്പനി പിണറായി വിജയന് കോടിക്കണക്കിന് രൂപ കൊടുത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരിമണൽ ഖനനം വേണം, അതിന് കമ്മീഷൻ കൊടുക്കുന്നു. അത് സാധാരണ ഏജന്റുമാർ കമ്മീഷൻ കൊടുക്കില്ല. അതുപോലെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, രാഷ്ട്രീയക്കാരെ പണം കണ്ടാൽ അവിടെ 4 കമിഴ്ന്നടിച്ച് വീഴുന്ന ഈ പിണറായി വിജയൻ്റെ എല്ലാ വിധത്തിലുള്ള തട്ടിപ്പുകളെയും ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് കരിമണൽ കർത്തയുമായുള്ള ഈ ഇടപാട്. കരിമണൽ കർത്ത എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ബിസിനസ് നടക്കണം. ആ ബിസിനസ് നടക്കണമെങ്കിൽ ഗവൺമെൻറ് വിചാരിക്കാതെ അവർക്ക് ആവശ്യമായ അസംസ്കൃത വസ്തു കിട്ടില്ല, ഇൽമിനേറ്റ് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ഗവൺമെൻറ് വിചാരിക്കണം. പക്ഷേ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഗവൺമെൻറ് ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. ബ്ലാക്ക് മെയിൽ ചെയ്ത് തട്ടിപ്പതാണ്. എനിക്ക് എത്ര കമ്മീഷൻ തന്നാൽ നിങ്ങൾ എത്ര വേണം വാരി കൊണ്ടുപോയിക്കോളാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് CMRL എന്ന കമ്പനി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് പൂട്ടിയിടേണ്ടി വരും. അവർ നിർബന്ധിതരായി തീരുകയാണ് പിണറായി വിജയനായി സെറ്റിൽമെൻറ്റ്. അതുകൊണ്ടാണ് കൃത്യമായി ഈ ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്, പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം താല്പര്യപ്രകാരം മുഖ്യമന്ത്രി എന്ന നിലയിൽ കമ്മീഷനായിട്ടാണ് പണം കിട്ടിയ 1.72 കോടി രൂപ മകൾക്ക് അയച്ചു കൊടുത്തത്, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സംഭവത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് MR അജിത് കുമാർ കേസ് ഫയൽ ചെയ്തത്.
നേരത്തെ SFIO അന്വേഷണത്തിൽ ഷോൺ ജോർജിൻ്റെ SFIO അന്വേഷണത്തിൽ വളരെ കൃത്യമായി തന്നെ നേരത്തെ കാര്യങ്ങൾ അന്വേഷണ വിധേയമായിരുന്നു. SFIO അന്വേഷണത്തിൽ അവർ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നിൽക്കുമേ ധൃതി പിടിച്ച് കുറ്റപത്രം സമർപ്പിക്കരുതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കുറ്റപത്രം ധൃതി പിടിച്ച് സമർപ്പിച്ചത് മാത്രമാണ് അവർ ചെയ്ത ദോഷമെന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് തുടക്കത്തിൽ തന്നെ പിടിച്ച് ഒരു 2 മാസം കൊണ്ട് അന്വേഷണം നടത്തി ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിണറായി വിജയനെയും മകളെയും. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം SFIO അന്വേഷണത്തിൽ ഒരു കമ്പനി അഫയേഴ്സിൻ്റെ കാര്യങ്ങളാണ് അന്വേഷിക്കുക. അതായത് എക്സാലോജിക് എന്ന പ്രൈവറ്റ് കമ്പനി തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന അവരുടെ നോംസ് ആൻഡ് റെഗുലേഷൻസ് ലംഘിച്ചുകൊണ്ട് യാതൊരു സർവീസും നടത്താതെ 1,72,00,000 രൂപ വാങ്ങി എന്നുള്ള കാര്യം മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അതിൽ കൃത്യമായി ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ്, ഒരു ഷെൽ കമ്പനി മാത്രമായിരുന്നു പിണറായി വിജയൻ്റെ മകൾ നടത്തി. അത് ഇങ്ങനെയുള്ള പണം ഡൈവേർട്ട് ചെയ്യാൻ പിണറായി വിജയൻ പലതരത്തിൽ കൈക്കൂലി വാങ്ങുന്നത് വൈറ്റ് മണിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടാക്കി വെച്ചത് എന്നുള്ള കണ്ടെത്തലും SFIO നടത്തിയിരുന്നു. അതിലെ മുഖ്യപ്രതി പിണറായി വിജയൻ്റെ മകൾ തന്നെയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ ലിക്വിഡായി കിട്ടിയ പണം അതൊരു അഴിമതിപ്പണമാണ്. അതുകൊണ്ടാണ് അത് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. ഏകദേശം 5,000 കോടി രൂപ പിണറായി വിജയൻ ഈ കരിമണൽ കടത്തുമായുള്ള ഇടപാടിൽ വാങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ 5,000 കോടി ആയിരിക്കില്ല, ചിലപ്പോൾ 1,00,000 കോടിയുടെ ഒരു 25% അദ്ദേഹം മേടിച്ചിട്ടുണ്ടാകും. എന്തായാലും പിണറായി വിജയൻ എന്ന അധോലോക മാഫിയ കിങ് ഓരോ ദിവസവും ഇങ്ങനെ വെച്ചടി വളരുകയാണ്. കള്ളപ്പണക്കാരനായി, കൊള്ളത്തലവനായി, അങ്ങനെ കേരളത്തിൻ്റെ സകലതും മുച്ചൂടും നശിപ്പിച്ച് സ്വന്തം മക്കളുടെ സുഖം മാത്രം കണ്ടെത്തി അമേരിക്കയിലും UAE-യിലും UK എല്ലാം ഡിപ്പോസിറ്റ് ചെയ്ത് കള്ളപ്പണം എത്തിച്ച് മക്കളുടെ പേരിൽ സുരക്ഷിതമാക്കി ഉള്ള ഇടപാടാണ് പിണറായി വിജയൻ നടത്തുന്നത്. എന്തായാലും പിണറായി വിജയനെ പോലെ കക്കാനും നിൽക്കാനും പഠിച്ച മറ്റൊരു നേതാവും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പേരും പറഞ്ഞ് കുത്തക മുതലാളിമാരെക്കാൾ കഷ്ടമായി, ബൂർഷാസികളെക്കാൾ കഷ്ടമായി കള്ളപ്പണം ഉണ്ടാക്കുന്ന പിണറായി വിജയനെ വിചാരണ ചെയ്ത് ജയിലടയ്ക്കാത്തടത്തോളം ഇവിടെ നിയമസംഹിത നിലനിൽക്കുന്നുണ്ടെന്ന് ഒരാൾക്കും തോന്നില്ല. കാരണം ലാവ്ലിൻ കേസ് 8 വർഷമായി സുപ്രീം കോടതിയിൽ കേസെടുക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാണ്. അതിന് കാരണം കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലെ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള അധോലോക മാഫിയ കിങ്ങായി പിണറായി വിജയൻ വളർന്നു എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.